നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെ ലൈഫ് കണ്ടിട്ട് ഒരിക്കലും അവരുടെ റിയൽ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും നമ്മൾ വിലയിരുത്താൻ പാടില്ല. പലതരത്തിലുള്ള ആളുകളായിക്കോട്ടെ കേട്ടോ, പലതരത്തിലുള്ള കപ്പിൾസ് ആയാലും എന്താ പറയുക, ആളുകളുടെ ജീവിതശൈലി ആയാലും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ വിലയിരുത്തരുത്. കാരണം നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ആളുകളുടെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കപ്പിൾസ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല അല്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ആവും അവരുടെ റിയൽ ലൈഫിൽ നടക്കുന്നതെന്ന് പറയണം. അതുപോലെ തന്നെ ഭയങ്കര റിച്ച് ആയിട്ട് കാണുന്ന, നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളാണ് അല്ലേ, അവരുടെ ലൈഫൊക്കെ എന്തൊരു ഹാപ്പിയാണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ലൈഫൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സുഖമായിട്ടുള്ള ജീവിതമാണ് അല്ലേ, ഡ്രസ്സ്, ആഭരണങ്ങൾ, അങ്ങനെ എല്ലാതും, വാഹനങ്ങൾ, വലിയ വീട്, ഇതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഇങ്ങനെ വിചാരിക്കുമോ നമുക്കിതൊന്നും ഇല്ലല്ലോ, അവരൊക്കെ ലൈഫ് എത്ര ഇതാണ്, അവർ പോലെയൊക്കെ എപ്പോഴാണ് ജീവിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ തോന്നുന്ന ചിന്തിക്കുന്ന പല ആളുകളും നമുക്കിടയിലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും പറയുന്നത് വെച്ചാൽ ഇതൊന്നും വെച്ചിട്ട് നമ്മൾ ആരെയും വിലയിരുത്താൻ പാടില്ല. കാരണം ഇതിപ്പോൾ പറയാൻ കാരണം, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടിയെ അല്ല ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പല ആളുകളും വിചാരിച്ചിരുന്നുണ്ടായിരുന്ന കാര്യം ആ ഒരു കുട്ടിയെ ഒരു വീഡിയോയിലൂടെ തിരുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നസ്രിയ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ പേജാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുട്ടി ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടി ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഗേളാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് കുറേ ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ, ആ ഒരു കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് ഡ്രസ്സിങ് സ്റ്റൈലും ഓർണമെൻറ്റ്സും ഇതൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ആ കുട്ടി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ കുട്ടിക്ക് പല ആളുകളും മെസ്സേജ് അയക്കൽ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് റീചാർജ് ചെയ്യാൻ പൈസ തരൂ, അല്ലെങ്കിൽ 500 രൂപ അയച്ചു തരൂ, 1000 രൂപ അയച്ചു തരൂ, അല്ലെങ്കിൽ വീട് പണിക്ക് വേണ്ടിയിട്ടൊന്ന് സഹായിക്കൂ, അങ്ങനെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള മെസ്സേജ് ആ കുട്ടിക്ക് വരൽ തുടങ്ങി. അപ്പോഴാണ് ആ കുട്ടിയുടെ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ ശരിക്കും തുറന്നു പറയുന്നത്. അതുവരെ ആ കുട്ടിയുടെ അവസ്ഥകൾ പറഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ ആ കുട്ടിക്ക് നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലേ. ഈ ആളുകളൊക്കെ നമുക്കിങ്ങനെ മെസ്സേജിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ കുട്ടിയുടെ അവസ്ഥകളൊക്കെ പറയേണ്ടത്, സത്യം പറഞ്ഞാൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുട്ടിയാണ്, മാസം 5000 രൂപ വാടക വീട്ടിൽ നിന്നിട്ട് താമസിക്കുന്ന ഒരു കുട്ടി. എല്ലാ കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്യുന്ന തന്നെ പലതരത്തിലും എന്താ പറയുക, ഡ്രസ്സുകളൊക്കെ ഫ്രണ്ട്സുകളായിരുന്നു ഒപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സൊക്കെ പല ഫ്രണ്ട്സുകളായിരുന്നൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് കണ്ടിട്ട് പല ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്നത്, സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെ ലോട്ടറി എടുക്കുന്ന ആളാണ്. കാരണം എങ്ങനെയൊരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു വീട് വെക്കണം എന്ന് അത്രയും പ്രതീക്ഷ നടക്കുന്ന ഒരാൾ, കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളെടുത്താണ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ആളുകൾ അവർക്കുള്ള സഹായങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇല്ലാത്തവർക്കാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവും അല്ലേ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളത്, ഇങ്ങനെ ഇല്ലാത്തവർക്കാണ് ശരിക്കും ഒരു വേദന എന്ന് പറയുന്നത് മനസ്സിലാവുള്ളൂ. ആ ഒരു കുട്ടിക്ക് അവരെ സഹായിക്കാൻ വയ്യ, തൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. സത്യം പറഞ്ഞാൽ തൻ്റെ ചെറുപ്പത്തിൽ 14-ാം വയസ്സിൽ വരെ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് പറയാം. ഒരു വക്കീലിൻ്റെ വീട്ടിൽ ആ വക്കീലിൻ്റെ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ കുട്ടി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്രയും ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് അവർ റിച്ചാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കും, ഉള്ളവരാണെങ്കിൽ സഹായിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇല്ലാത്തവരെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടമാണ് ഇങ്ങനത്തെ മെസ്സേജ് കാണുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന തരത്തിലുള്ള സങ്കടമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ അവരെ ലൈഫ് പോലെ നമുക്ക് വേണം, അല്ലെങ്കിൽ അവരെന്ത് ഹാപ്പിയാണ് ജീവിക്കണം എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്കുള്ള ഒരു സുഖങ്ങൾ പോലും അവരുടെ ലൈഫിലൊന്നും ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ അവരൊക്കെ അധികം കഷ്ടപ്പെട്ടിട്ടാവും ജീവിക്കണം. ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നതേ ആയിരിക്കില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് അത്രയും മോശമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ നമ്മൾ ആരെയും കണ്ടിട്ട് ഒരു നിമിഷത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൊഫൈലോ കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താതിരിക്കുക. ചിലപ്പോൾ നമ്മളെക്കാട്ടി മോശം അവസ്ഥയിലാവും മറ്റുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത്.